നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ 2026 പുതുവത്സരത്തിൻ്റെ 1000 ആശംസകളും സ്നേഹപൂർവ്വം ഞാനിന്ന് നേരുകയാണ്. തിരുവനന്തപുരം നസ്രാണി സംഗമം എന്ന പേരിൽ പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നടത്തുന്ന ഈ കൂട്ടായ്മ തീർച്ചയായും ഒരു ദൈവീക പദ്ധതിയായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. 2025 ക്രിസ്തു ജൂബിലി വർഷം പ്രത്യാശയുടെ നാം ആരംഭിച്ചിരിക്കുന്ന തീർത്ഥാടനം ഈ പുതിയ വർഷത്തിലും പ്രിയ സഹോദരങ്ങളെ നാം തുടരുകയാണ്. സീറോ മലബാർ സഭയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റൊരു പ്രത്യേകത കൂടി ഈ വർഷം നമുക്കുണ്ട്. സീറോ മലബാർ സഭ ശാക്തീകരണം എന്നതിൻ്റെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ വർഷം നമ്മുടെ സഭയെ ആത്മീകമായും ഭൗതികമായും സാമൂഹ്യമായും വളർത്താൻ ഒന്നായി നാം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങളോട് ദൈവവചനം പങ്കുവയ്ക്കാൻ സാധിക്കുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുകയും നല്ലവനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയും ചെയ്യുകയാണ്. തിരുസഭയെ പടുത്തുയർത്തുക എന്നത് നാം എല്ലാവരുടെയും കടമയാണ്. ഒരുമയിലും തനിമയിലും പ്രത്യാശയോടെ എന്നുള്ള ആപ്തവാക്യം തീർച്ചയായും ഈ തരുണത്തിൽ നാം ധ്യാന വിഷയമാക്കേണ്ടതാണ്. പല സഭകളുടെ കൂട്ടായ്മയായ സാർവത്രിക സഭ ഐക്യത്തിന്റെ പ്രതീകമായി ഇന്ന് ലോകത്തിൽ നിലകൊള്ളുകയാണ്. അതേസമയം തന്നെ ഓരോ തനി സഭകളും അതിൻ്റെതായ തനിമയും മനോഹാരിതയും ഉണ്ട്. അത് നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുവാനുള്ള കടമയും ഉത്തരവാദിത്വവും ഓരോ സഭകൾക്കും ഉണ്ട് എന്ന് നമുക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, നാം എല്ലാവരും പ്രത്യാശയോടെ കൂടെ ദൈവരാജ്യം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവരാണ്. ഇന്നിവിടെ നടക്കുന്ന ഈ കൂട്ടായ്മ സഭയെ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പുണ്യപിതാവായ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഇപ്രകാരമാണ് പറയുകയുണ്ടായി: ആത്മായരെ ഒരിക്കലും തിരുസഭയിലെ ഒരു അംഗങ്ങൾ എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല, മറിച്ച് ആത്മായരാണ് തിരുസഭ എന്ന്. ഞങ്ങളിപ്പോൾ ഇവിടെ മെത്രാന്മാരും വൈദികരും സന്യസ്തരും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളാണ് തിരുസഭ എന്ന്. ഞങ്ങളുടെ മാതാപിതാക്കളും ആത്മായരാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കളെ ത്യാഗത്തോട് സഭയ്ക്ക് നൽകിയത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ മെത്രാന്മാരും വൈദികരും സന്യസ്തരുമായി നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ വാക്കുകൾ എത്രയോ ശരിയാണ്. നിങ്ങൾ ആത്മായരാണ് തിരുസഭ. അല്പസമയം ഇന്നത്തെ വായനകളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായം 28 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ദൈവിക സാന്നിധ്യത്തിൽ ആയിരുന്ന മോശയുടെ മുഖം പ്രശോഭിച്ചതെന്ന് നാം വായിച്ചു കേട്ടു. അവിശ്വസ്തരായി തീർന്ന തന്റെ ജനത്തിനു വേണ്ടി മോശെ മധ്യസ്ഥം വഹിക്കുകയും ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ തയ്യാറാവുകയും ചെയ്യുകയാണ്.
ഈശോ മിശിഹായാകട്ടെ മനുഷ്യവർഗം മുഴുവനും വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ചു. ദൈവിക സാന്നിധ്യം മോശയുടെ മുഖത്തെ താൽക്കാലികമായി പ്രചോദിപ്പിച്ചു. ഈശോ ആകട്ടെ ലോകത്തിന്റെ പ്രകാശമാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ച വചനം മോശെ ദൈവത്തെ അറിയിച്ചു. എന്നാൽ മനുഷ്യനായി അവതരിച്ച വചനമാണ് ഈശോ. 34-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു: മോശെ ദൈവത്തോട് സംസാരിച്ചതുകൊണ്ട് തന്റെ മുഖം പ്രകാശമായി തെളിഞ്ഞു വന്നാണ്. തീർച്ചയായിട്ടും ആത്മാർത്ഥമായി നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മുഖത്തെ കാണില്ല, എന്നാൽ നമ്മളെ കാണുന്നവർ നമ്മുടെ മുഖത്തെ കാണും. അവരെങ്ങനെ കാണണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഓരോ ഞായറാഴ്ചയും അല്ലെങ്കിൽ സന്ദർഭം കിട്ടുമ്പോഴെല്ലാം കുർബാനയ്ക്കും ദൈവത്തിന്റെ പക്കലേക്ക് പോകുന്ന നമ്മൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെയുള്ള മുഖമാണ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മൾ കാണിക്കുന്നത്? അത് വെളിച്ചമുള്ള ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു മുഖമാണോ? നമ്മളെ കാണുമ്പോൾ മറ്റവര് ഞാൻ ദൈവത്തെ കണ്ടു, ദൈവത്തിന്റെ സാന്നിധ്യം എന്നിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ്. ശക്തമായ ദൈവ അനുഭവത്തിൽ ജീവിതകാലം മുഴുവൻ നമുക്ക് തുടരണമെങ്കിൽ ഏകാഗ്രചിത്തരായി ദൈവത്തിരുമുൻപിൽ നാം തീർച്ചയായിട്ടും സമയം കണ്ടെത്തണം. ഏകാന്തവും വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ആവശ്യമാണ് മോശയുടെ പ്രാർത്ഥന ഇന്ന് നമുക്ക് എടുത്തു കാണിക്കുന്നത്. ഇന്നത്തെ 2ാം വായനയിൽ നാം ധ്യാനിക്കുന്നത് സാമുവേലിനെ ദൈവം വിളിക്കുന്ന ഒരു രംഗമാണ്. പുരോഹിത ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ട സാമുവേൽ വിരുദ്ധപുരോഹിതനായ എലിയായുടെ പരീക്ഷണത്തിൽ വളർന്ന് ഇസ്രായേലിന്റെ മുഴുവൻ ആദരവിന് പാത്രമായ പ്രവാചകനായി മാറുന്നു. കർത്താവിന്റെ നേരിട്ടുള്ള വിളിയാണ് ബാലനായ സാമുവേലിനെ പ്രവാചകനായി മാറ്റിയത്. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നത് എന്നതാണ് സാമുവേലിന് ലഭിച്ച ആദരവിന്റെയും അംഗീകാരത്തിന്റെയും കാരണം. സാമുവേലിനെ വിളിച്ച കർത്താവ് ഇന്ന് ഓരോ വ്യക്തികളെയും ഓരോ പ്രത്യേക ദൗത്യത്തിനായി വിളിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരെയും ദൈവം വിളിച്ചവർ മെത്രാന്മാരായും വൈദികരായും സന്യാസരായും കുടുംബത്തിലെ മാതാപിതാക്കളായും അല്ലെങ്കിൽ കുഞ്ഞുമക്കളായും വിളിച്ച് ഓരോ ദൗത്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ കർത്താവിന്റെ വിളി കേൾക്കാൻ കാതോർക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ നമുക്ക് ചോദിക്കാം. എന്ത് ദൗത്യമാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാം. എന്ത് പ്രതിയുത്തരമാണ് ഞാൻ നൽകുന്നത് എന്ന് നമ്മോട് തന്നെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ചോദ്യം ഉണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമായ ചോദ്യമാണെങ്കിൽ ദൈവം നമുക്ക് ഉത്തരം നൽകും. ആ ഉത്തരമാണ് സാമുവേലിന് ലഭിച്ചത്, ആ ദൈവത്തിന്റെ വിളി. വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിച്ചു കേട്ടത് ദൈവത്തിന് സ്തുതിയും ആരാധനയും സമർപ്പിക്കേണ്ട ആവശ്യത്തെ കുറിച്ചാണ്. റോമാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിച്ചത്: ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥ ആരാധന. വിശ്വാസികൾ ദൈവരാജ്യത്തിന്റെ സ്വന്തമാക്കിയത് കൊണ്ട് ഈ ലോകത്തിന്
അതിരൂപതരാകരുത് എന്ന് പൗലോസ്ലീഹ നമുക്ക് വ്യക്തമായിട്ട് നമ്മളെ പറയുന്നുണ്ട്. മനസ്സിന്റെ നവീകരണമാണ് ഇവിടെ പൗലോസ്ലീഹ ശരിക്കും നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതുപോലെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ആദ്യമായി തന്റെ ദൗത്യം ദൈവപിതാവിനോടുള്ള പ്രത്യേക ബന്ധവും വെളിപ്പെടുത്തുന്ന ഒരു രംഗമാണ് ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ഈശോയുടെ മാതാപിതാക്കൾ മാതൃകമായ മത അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കുന്നവരായിരുന്നു. 12 വയസ്സായപ്പോൾ മുതൽ മതപരമായ ന്യായശാസനങ്ങൾ ആചരിക്കണമെന്ന് പാലിക്കുവാൻ പുരുഷന്മാർക്ക് എല്ലാവർക്കും ബാധ്യസ്ഥരാണ്. തന്നെ കുറിച്ചിട്ടുള്ള ദൈവിക പദ്ധതി താൻ നിറവേറ്റുക ദൈവികമായ ആവശ്യമാണെന്ന് യേശു ആദ്യമായി പ്രവർത്തിച്ചത് തന്റെ സ്വന്തം മാതാപിതാക്കളിലേക്കാണ്. പെരുന്നാൾ കഴിഞ്ഞ് ഈശോ മാതാപിതാക്കന്മാർക്കൊപ്പം തിരിച്ചു പോയില്ല, ദേവാലയത്തിൽ തങ്ങി. അത് നിമിത്തം മാതാപിതാക്കൾ ഏറെ വേദനിച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്തിന് എന്ന് മകൻ ചോദിക്കുമ്പോൾ മുതൽ നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന സിമിയോന്റെ പ്രവാചനം പൂർത്തിയാകാൻ തുടങ്ങി. ഈശോവിന്റെ അമ്മയോട് സിമിയോൻ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഈശോ ഇവിടെ പറയുക. ദൈവപിതാവിനോടുള്ള ബന്ധമാണ് മുൻഗണന എന്ന് ഈശോ ദേവാലയത്തിൽ മാതാപിതാക്കന്മാരോട് പറഞ്ഞതിന്റെ അർത്ഥം. പ്രയോറിറ്റി എവിടെയായിരിക്കണം എന്ന് ഈശോ തന്റെ 12ാമത്തെ വയസ്സിൽ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മളെല്ലാവരും സീറോ മലബാർ സഭയിലെ ക്രൈസ്തവരായി നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുന്ന ഈ സമയത്ത് ഈശോയിൽ നമ്മോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്റെയും നിങ്ങളുടെയും ആ പ്രയോറിറ്റി എന്താണ്? ഈശോയാണോ അല്ലെങ്കിൽ ദൈവമാണോ നമ്മുടെ പ്രയോറിറ്റി? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ഇതാണോ നമ്മുടെ പ്രയോറിറ്റി എന്ന് ചോദിക്കുകയാണ്. ഈശോ പരീക്ഷകളും എതിർപ്പുകളിലും കൂടെയാണ് തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ട സമഗ്രമ വളർച്ച നേടിയത്. നമ്മുടെ കുട്ടികളുടെ ആത്മീയ വളർച്ചയിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് എടുത്തു കാണിക്കുന്ന ഒരു വചനം കൂടിയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. ദേവാലയത്തോടും ആത്മീയ കാര്യങ്ങളിലോടും താല്പര്യമില്ലാത്ത ഒരു പുതിയ തലമുറയിലാണ് നാം ആയിരിക്കുന്നത് എന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം. മാതാപിതാക്കളുടെ മാതൃകപരമായ ജീവിതം കുട്ടികളുടെ ആത്മീയ വളർച്ചയിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഇത് തമിഴില് ഒരു ചൊല്ലുണ്ട്, താயை പോല പിള്ളை നൂலை പോല സേലൻ. എങ്ങനെ അമ്മ അല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കുന്നുവോ അതുപോലെയാണ് നമ്മുടെ മക്കളും. എങ്ങനെ ത്രെഡ് അല്ലെങ്കിൽ നൂല് എത്ര തരമുള്ള ഒരു നൂലായിരിക്കുന്നുവോ അതുപോലെയാണ് നമ്മൾ നെയ്തെടുക്കുന്ന നമ്മുടെ വസ്ത്രം നമുക്ക് കിട്ടുക എന്ന്. അങ്ങനെ മാതാപിതാക്കളെ ദൈവം ആഗ്രഹിക്കുന്ന വിധം അവരെ വളർത്തുവാനും നയിക്കുവാനുമുള്ള കടമ നമുക്ക് ഉണ്ട് എന്ന് ഇവിടെ ഈശോ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് 1 സാമുവേൽ പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ബാലനായ സാമുവേൽ ആകട്ടെ കർത്താവിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. കർത്താവിനും അല്ലെങ്കിൽ മനുഷ്യർക്കും ഇടയിലുള്ള ആ ബന്ധം സ്നേഹത്തിൽ വളർന്നു വന്നു. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും,
അങ്ങനെ നീ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും ശക്തിയും നേടും എന്നാണ് കാണിക്കുന്നത്. നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്നാണ് പ്രഭാഷകൻ 45-ാം അധ്യായം 1-ാമത്തെ വാക്ക് ഇങ്ങനെയാണ് വായിക്കുന്നത്: യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി, അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി, അവനാണ് മോശ. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവർക്കും ഈ നല്ല നാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവം ഞാൻ അർപ്പിക്കുകയാണ്. ഒരുമയിലും തനിമയിലും പ്രത്യാശയോടെ ദൈവ രാജ്യത്തെ ലക്ഷ്യമാക്കി നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും.